അതിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കാരണം ഈ ഒരു എൻട്രൻസ് എക്സാംസ് നേരത്തെ ആയതിന് കൂടെ തന്നെ ഇറ്റ് ഹാസ് ബിക്കം ഹൈലി കോമ്പറ്റീറ്റീവ് ഓൾസോ, റൈറ്റ്? ഈ പാരന്റ്സിന്റെ കാലഘട്ടത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ, അന്നൊരു ക്രാഷ് കോഴ്സ് പഠിച്ച് നമുക്ക് മേ ബി എൻട്രൻസ് കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന എൻട്രൻസ് ഇൻ ദ സെൻസ് ഒരു ജെഇ നീറ്റ് മാത്രമല്ല, എവിടേക്ക് ഏത് നല്ല കോളേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു എൻട്രൻസ്, ഒരു ബെഞ്ച് മാർക്ക് ക്രൈറ്റീരിയ നമുക്കുണ്ട്. ആ കോമ്പറ്റീഷൻ വളരെയധികം കൂടിയിട്ടില്ലേ? വളരെയധികം കൂടിയിട്ടുണ്ട്. അത് ഒരു നമ്മൾ പറയില്ല എക്സ്പൊണൻഷ്യലി എന്ന് പറയാവുന്ന രീതിയിലാണ് ആ കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരു എൻട്രൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ ശരിക്കും എൻട്രൻസ് മാത്രമല്ല, എൻട്രൻസ് അല്ലാതെയും പോകാൻ പറ്റുന്ന കുറെ കോഴ്സുകളില്ലേ. അപ്പോൾ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ 11th and 12th ഈ എൻട്രൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാതെ അത് മിസ്സായി പോയി, അങ്ങനത്തെ പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇനി എൻട്രൻസ് അല്ല എങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്തിനെയാണ്? 12ാം ക്ലാസ്സിന്റെ മാർക്കുകളെയാണ്. അപ്പോൾ ഈ 12ാം ക്ലാസ്സിൽ ഇത് ഏറ്റവും നന്നായി പഠിക്കേണ്ടതിന്റെ ആവശ്യകത, ഏത് വിഷയങ്ങളിലെ മാർക്കുകളാണ് അല്ലെങ്കിൽ എന്ത് അഗ്രിഗേറ്റ് ആണ് എന്നെ അതിലേക്ക് ഹെൽപ്പ് ചെയ്യുക, ഇതൊന്നും തിരിച്ചറിയുന്നില്ല. അപ്പോഴത്തേനും നമ്മൾ 11ാം ക്ലാസ് നല്ലോണം ഉഴപ്പിയിട്ടുണ്ടാവും, എന്നിട്ട് 12ാം ക്ലാസ്സിലേക്ക് കയറിയിട്ടുണ്ടാവും. അവസാനം നോക്കുമ്പോൾ 12th മാർക്സ് എല്ലാം കൂടി എടുത്ത് വരുമ്പോഴത്തേനും കാര്യം പോയിട്ടുണ്ടാവും കയ്യിൽ നിന്ന്.